വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൊഡ്യൂൾ 8 അതായത് AC മെഷീൻസിലെ കുറച്ച് MCQs ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ട്രാൻസ്ഫോമറും അതുപോലെ തന്നെ ഇൻഡക്ഷൻ മോട്ടറൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ. അതിൽ ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് ടോപ്പിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ FHP മോട്ടർ അല്ലേ. അപ്പോൾ നമ്മുടെ ആൾട്ടർനേറ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ വരുന്നത് എന്തൊക്കെയാണ് മെയിൻ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും, അതുപോലെ സിങ്ക്രണസ് മോട്ടോർ റിലേറ്റഡ് ആയിട്ടും നമ്മുടെ FHP മോട്ടോർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Question number 1. An alternator is a machine which converts dash into dash. എന്താണ് ആൾട്ടർനേറ്റർ? അത് ആദ്യം നമ്മൾ ആലോചിക്കണം അല്ലേ. ആൾട്ടർനേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, അതൊരു AC ജനറേറ്റർ ആണ് അല്ലേ. അപ്പോൾ ആ മെഷീൻ എന്താണ് കൺവേർട്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഇലക്ട്രിക്കൽ എനർജി ടു ഹീറ്റ് എനർജി, ഓപ്ഷൻ ബി മെക്കാനിക്കൽ എനർജി ടു ഹീറ്റ് എനർജി, ഓപ്ഷൻ സി മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി, ഓപ്ഷൻ ഡി ഹീറ്റ് എനർജി ടു കെമിക്കൽ എനർജി. അപ്പോൾ ഏതാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ, നമുക്ക് അറിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ആൾട്ടർനേറ്റർ എന്ന് പറയുന്ന മെഷീൻ എന്താണ് കൺവേർട്ട് ചെയ്യുന്നത്? ഇറ്റ് കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കൽ ജനറേറ്റർ തന്നെയാണ്, അതായത് AC ജനറേറ്റർ എന്ന് ചോദിച്ചാലും അതുപോലെ ഇലക്ട്രിക്കൽ ജനറേറ്റർ എന്ന് ചോദിച്ചാലും എല്ലാം എന്ത് തന്നെയാണ്, ഒന്ന് തന്നെയാണ്, നമ്മുടെ ആൾട്ടർനേറ്റർ ആണ് അല്ലേ. അപ്പോൾ എന്താണ് alternator is a machine that converts, എന്താണ് അവിടെ കൺവേർട്ട് ചെയ്യുന്നത്? ഇറ്റ് കൺവേർട്ട് എന്താണ് മെക്കാനിക്കൽ എനർജി അല്ലേ. എന്താ കൺവേർട്ട് ചെയ്യുന്നത്? മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ പവർ ഫോർ യൂസ് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ എനർജി കൺവേർഷൻ ഡിവൈസ് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി ഓർ മെക്കാനിക്കൽ ടു ഇലക്ട്രിക്കൽ എനർജി. അതാണ് എന്താ ഇലക്ട്രോ മെക്കാനിക്കൽ എനർജി കൺവേർഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ എന്താണ്, നമ്മുടെ ആൾട്ടർനേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്? ഔട്ട്പുട്ട് ഇലക്ട്രിക്കൽ എനർജി ഔട്ട്പുട്ടാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. Question number 2. All synchronous generator are invariably dash. എല്ലാ സിങ്ക്രണസ് ജനറേറ്ററും എങ്ങനെയാണ്? ആർ ഇൻവേരിയബിളി ഡാഷ്. എന്തിനാണ് ഇൻവേരിയബിൾ ആവുന്നത്? ഓപ്ഷൻ എ 3 phase സ്റ്റാർ കണക്റ്റഡ് മെഷീൻ, ഓപ്ഷൻ ബി സിംഗിൾ ഫേസ് ഡെൽറ്റ കണക്റ്റഡ് മെഷീൻ, ഓപ്ഷൻ സി 3 phase ഡെൽറ്റ കണക്റ്റഡ് മെഷീൻ, ഓപ്ഷൻ ഡി സിംഗിൾ ഫേസ് സ്റ്റാർ കണക്റ്റഡ് മെഷീൻ. അപ്പോൾ അതെന്തിനായിരിക്കും? ഓൾ സിങ്ക്രണസ് ജനറേറ്റേഴ്സ് ആർ ഇൻഡിവിജ്വലി എന്തായിരിക്കും? അതൊരു 3 phase സ്റ്റാർ കണക്റ്റഡ് മെഷീനിലേക്കാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ റിലേഷൻ നോക്കിയേ, അതായത് റിലേഷൻ ബിറ്റ്വീൻ ഫേസ് ആൻഡ് ലൈൻ ക്വാണ്ടിറ്റീസ് എടുക്കുമ്പോൾ VL എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ വോൾട്ടേജ് ആണ് അല്ലേ. VPH എന്ന് പറഞ്ഞാൽ ഫേസ് വോൾട്ടേജ് ആണ്. IL എന്ന് പറഞ്ഞാൽ ലൈൻ കറന്റ് ആണ്. IPH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫേസ് കറന്റ് ആണ് അല്ലേ. അപ്പോൾ ഇത് സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിലേക്കാണെങ്കിൽ അവിടെ എങ്ങനെയാണ്? V ഫേസ് ഇക്വൽ ടു VL/√3. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതുപോലെ അവിടുത്തെ ലൈൻ കറന്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഫേസ് കറൻറ്റിന് ഈക്വൽ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അതേസമയം അതൊരു ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റം ആണെങ്കിൽ അവിടെ എന്താണ്? ഫേസ് കറന്റ് ഇക്വൽ ടു IL/√3 ആണ്. ഫേസ് വോൾട്ടേജ് ഇക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും? ലൈൻ വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ കാരണം ഇത് വെച്ചിട്ടൊക്കെ നമുക്ക് എന്താണ് പ്രോബ്ലംസ് വരാറുണ്ട് അല്ലേ. ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട്, അതായത് ചിലപ്പോൾ എന്താണ് ചോദിക്കുക? സ്റ്റാർ ടു ഡെൽറ്റ കൺവേർഷൻ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷൻ ചോദിക്കുന്ന രീതിയിലൊക്കെ കണ്ടു കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രണ്ട് ഇക്വേഷൻസ് നന്നായി നോക്കി പോവുക. Question number 3. Which of the following statement does not come under the advantages of stationary armature in the alternator? താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് does not come under? നോക്കണേ, ഏതാണ് പോയിന്റ്? does not come under ആണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ആൻസർ ക്ലിക്ക് ചെയ്യാൻ പാടില്ല അല്ലേ. എന്നാണ് which of the following statement does not come under the advantages of stationary armature in an alternator എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ sparking at brushes is completely avoided, ഓപ്ഷൻ ബി stator winding is subject to centrifugal force, option C perfect mechanical balance is obtained on stator winding, option D commutator is not present. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? അതായത് stator winding is subjected to centrifugal force എന്തുമായിട്ട് വരുന്നില്ല? ഒരു സ്റ്റേഷനറി ആർമേച്ചർ ഇൻ ആൻ ആൾട്ടർനേറ്റർ ആയിട്ട് റിലേറ്റഡ് ചെയ്യുന്നില്ല അല്ലേ. അതായത്
when a stationary armature is used in the alternator, ഒരു ആൾട്ടർനേറ്ററിൽ ഒരു സ്റ്റേഷനറി ആർമേച്ചർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിലെന്താണ് the output current can take directly from the fixed terminal on the stationary armature without using slip ring, brushes, etc. അപ്പോൾ എന്താണ് sparking and brushes is completely avoided. അവിടെ സ്പാർക്കിങ്ങും ബ്രഷസും എന്താണ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യും. So the armature winding on the rotating field armature bending stationary are not subjected to vibration and centrifugal force എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റർ വൈൻഡിങ് ഈസ് സബ്ജക്റ്റഡ് ടു എന്താണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? സ്റ്റാറ്റർ വൈൻഡിങ് ഈസ് സബ്ജക്റ്റഡ് ടു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് വരില്ല. അപ്പോൾ അതാ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് അല്ലാത്തത് കേട്ടോ. ബാക്കിയെല്ലാം അതായത് സ്പാർക്കിംഗ് അറ്റ് ബ്രഷസ് ഈസ് കംപ്ലീറ്റ്ലി അവോയ്ഡ്, അതുപോലെ പെർഫെക്റ്റ് മെക്കാനിക്കൽ ബാലൻസ് ഈസ് ഒബ്റ്റൈൻഡ് ഓൺ സ്റ്റാറ്റർ വൈൻഡിങ്, അതുകൂടാതെ എന്താണ് കമ്മ്യൂട്ടേറ്റർ ഈസ് നോട്ട് പ്രസൻറ്റ്, എല്ലാം എന്താണ് കറക്റ്റ് തന്നെയാണ് കേട്ടോ. Question number 4. A synchronous generator is feeding a zero power factor lagging load at rated current. The armature reaction is. ഒരു സിങ്ക്രോണസ് ജനറേറ്റർ എന്നാണ് സീറോ പവർ ഫാക്ടർ ലാഗിങ് ലോഡ് ആണ് എന്ന് പറയുന്നുണ്ട്. ഫാക്ടർ ലാഗിങ് ആണെന്ന് പറയുന്നുണ്ട്, ലീഡിങ് അല്ല. എന്നാണ് പവർ ഫാക്ടർ വന്നിട്ട് ലാഗിങ് ആണ്. ലോഡ് അറ്റ് റേറ്റഡ് കറന്റ് ആണെങ്കിൽ ആർമേച്ചർ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ മാഗ്നറ്റൈസിങ്, ഓപ്ഷൻ ബി ഡീമാഗ്നറ്റൈസിങ്, ഓപ്ഷൻ സി ക്രോസ് മാഗ്നറ്റൈസിങ്, ഓപ്ഷൻ ഡി ഇൻഎഫക്റ്റീവ്. അപ്പോൾ എങ്ങനെയായിരിക്കും അത്? അതായത് ഒരു സിങ്ക്രോണസ് ജനറേറ്റർ സപ്ലൈയിങ് പവർ ടു സീറോ പവർ ഫാക്ടർ ലാഗിങ്, നോക്കണേ എന്നാണ് സീറോ പവർ ഫാക്ടർ ലാഗിങ് ലോഡ് ആണെങ്കിൽ അത് ആൾവേസ് ഓപ്പറേറ്റഡ് ആസ് എങ്ങനെയായിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ലാഗിങ് പവർ ഫാക്ടറിലാണ്. ഓർത്ത് വയ്ക്കുക, എങ്ങനെയാണ്? ലാഗിങ് പവർ ഫാക്ടറിലായിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താണ് ഒരു സിങ്ക്രോണസ് ജനറേറ്റർ സപ്ലൈയിങ് പവർ ടു ZPF ലാഗിങ് ലോഡ് ആൾവേസ് ഓപ്പറേറ്റഡ് ആസ് എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുക? ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതെന്താണ്? ലാഗിങ് പവർ ഫാക്ടറിലായിരിക്കും. സോ MMF വേവ് ഡയഗ്രാം ഓഫ് സിങ്ക്രോണസ് മോട്ടോർ പറയുമ്പോൾ എന്താണ്? ദ ഓപ്പറേഷൻ ഓഫ് സിങ്ക്രോണസ് മെഷീൻ മേ ബി അണ്ടർസ്റ്റുഡ് ബൈ കൺസിഡറിങ് ഇറ്റ്സ് MMF വേവ്. ദെൻ അടുത്തത് എന്താണ്? അതിൽ വരുന്ന കേസ് 3 MMF വേവ്സ് നമ്മൾ അതിൽ കൺസിഡർ ചെയ്യും. അതായത് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ കേസിൽ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് വിത്ത് ഡയറക്റ്റ് കറണ്ട് ആയിരിക്കും. അതുപോലെ 3 ഫേസ് ആർമേച്ചർ വൈൻഡിങ് ഫ്ലക്സിൻ്റെ കേസിൽ റിസൾട്ടൻറ്റ് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ 5F ± 5A ആയിരിക്കും. ഇതൊക്കെ നമ്മൾ എന്താണ് ക്ലാസ്സുകളിൽ പറഞ്ഞു പോയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അത് നോക്കി പോവുക. കാരണം എന്താണ് MMF വേവ് ഡയഗ്രാം ഓഫ് സിങ്ക്രോണസ് മോട്ടോറൊക്കെ അതിൽ നോക്കുക. ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഒരു സിങ്ക്രോണസ് ജനറേറ്റർ ഈസ് ഫീഡിങ് ഈ സീറോ പവർ ഫാക്ടർ ലാഗിങ് ലോഡ് അറ്റ് റേറ്റഡ് കറന്റ് ആണെങ്കിൽ ആർമേച്ചർ റിയാക്ഷനിൽ എങ്ങനെയായിരിക്കും അവിടെ വരുന്നത്? അത് ഡീമാഗ്നറ്റൈസിങ് ആയിരിക്കും. Question number 5. Synchronous impedance method of finding voltage regulation of synchronous motor is also known as. അതായത് സിങ്ക്രണസ് ഇമ്പിഡൻസ് മെത്തേഡ് അല്ലേ? അതായത് സിങ്ക്രണസ് മോട്ടറിൻ്റെ വോൾട്ടേജ് റെഗുലേഷൻ ഫൈൻഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്? സിങ്ക്രണസ് ഇമ്പിഡൻസ് മെത്തേഡ്. അതിൻ്റെ വേറൊരു നെയിം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഓപ്ഷൻ എ ദ സീറോ പവർ ഫാക്ടർ മെത്തേഡ്, ഓപ്ഷൻ ബി ദ EMF മെത്തേഡ്, ഓപ്ഷൻ സി ദ MMF മെത്തേഡ്, ഓപ്ഷൻ ഡി ദ സാച്ചുറേറ്റഡ് സിങ്ക്രണസ് റിയാക്റ്റൻസ് മെത്തേഡ്. Option A the zero power factor method, option B the EMF method, option C the MMF method, option D the saturated synchronous reactance method. അപ്പോൾ ഒരു സിങ്ക്രണസ് ഇമ്പിഡൻസ് മെത്തേഡിൻ്റെ വേറൊരു നെയിം എന്താണെന്നാണ്. അതായത് EMF മെത്തേഡിന് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിങ്ക്രണസ് ഇമ്പിഡൻസ് മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? EMF മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പോൾ അതെന്താണ്? നമ്മുടെ EMF മെത്തേഡാണ്. സിങ്ക്രണസ് ഇമ്പിഡൻസ് അല്ലെങ്കിൽ എന്താണ് പറയുന്നത്? EMF മെത്തേഡാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു സിങ്ക്രണസ് മോട്ടോറിൽ വോൾട്ടേജ് റെഗുലേഷൻ ഫൈൻഡ് ചെയ്യുന്ന മെത്തേഡ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക്രണസ് ഇമ്പിഡൻസ് ഓർ EMF മെത്തേഡ് പറയും, ആർമേച്ചർ ടേൺ ഓർ MMF മെത്തേഡ് എന്ന് പറയും, സീറോ പവർ ഫാക്ടർ ഓർ പോട്ടിയർ മെത്തേഡ് എന്ന് പറയും. അപ്പോൾ ഈ 3 മെത്തേഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ്? സിങ്ക്രണസ് ഇമ്പിഡൻസ് ഓർ EMF മെത്തേഡ് എന്ന് പറയും, ആർമേച്ചർ ടേൺ ഓർ MMF മെത്തേഡ്. സിമ്പിളായിട്ട് നമ്മൾ എന്താണ് EMF മെത്തേഡ് MMF മെത്തേഡൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? സീറോ പവർ ഫാക്ടർ മെത്തേഡ്. അപ്പോൾ അതിൻ്റെയൊക്കെ വേറെ പേരുകളും നമ്മൾ ഈ ഒരു കോമൺ ആയിട്ട് നോക്കി വെക്കണം കേട്ടോ. അപ്പോൾ എന്താണ് സിങ്ക്രണസ് ഇമ്പിഡൻസ് മെത്തേഡ് അല്ലെങ്കിൽ EMF മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? വോൾട്ടേജ് റെഗുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ആൾട്ടർനേറ്ററിൻ്റെ വേറൊരു നെയിം എന്താണ്? EMF മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിങ്ക്രണസ് ഇമ്പിഡൻസ് മെത്തേഡ് ഓർ EMF മെത്തേഡ് എന്തിനെ ബേസ്ഡ് ഓൺ കോൺസെപ്റ്റ് ഓഫ് എന്താണ്? റീപ്ലേസിംഗ് ദ എഫക്റ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ വിത്ത് ആൻ ഇമേജിനറി റിയാക്ടൻസ്
റിയാക്റ്റൻസ് ആണ്. അപ്പോൾ ഇത് നോട്ട് അക്യുറേറ്റ് ആയിരിക്കും. ഇത് വളരെ അക്യുറേറ്റ് ആയിട്ടൊന്നും നമുക്ക് ആൻസർ കിട്ടില്ല. കാരണം നോക്കിയാൽ ദിസ് മെത്തേഡ് ഈസ് നോട്ട് അക്യുറേറ്റ് as it give as result that is higher than the original value. So synchronous method requiring the armature reactance per phase, the open circuit characteristics and short circuit characteristics. അപ്പോൾ ഓർത്ത് വെക്കുക ഏതൊക്കെ മെത്തേഡ് ആണെന്നുള്ളത് കേട്ടോ. അതായത് സിങ്ക്രണസ് ഇംപിഡൻസ് അല്ലെങ്കിൽ EMF മെത്തേഡ് ഉണ്ട്, ആർമേച്ചർ ടേൺ അല്ലെങ്കിൽ MMF മെത്തേഡ് ഉണ്ട്, പിന്നെന്താ ഉള്ളത് സീറോ പവർ ഫാക്ടർ ഓർ പോർട്ടിയർ മെത്തേഡ് ഉണ്ട്. അത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കേണ്ടതാണ് കേട്ടോ. Question number 6. If the no load voltage of a 3-phase 440 volt 50 Hz alternator is 495 volt, then the voltage regulation is എന്താണ് ചോദിച്ചിട്ടുള്ളത്? വോൾട്ടേജ് റെഗുലേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ 12.5%, ഓപ്ഷൻ ബി 10.5%, ഓപ്ഷൻ സി 34%, ഓപ്ഷൻ ഡി 10%. അപ്പോൾ എന്താണ് ഒരു നോ ലോഡ് വോൾട്ടേജ് ഓഫ് എ തന്നിട്ടുള്ളത് എന്താണ് 3-phase 440 50 Hz ആൾട്ടർനേറ്ററിൻ്റെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നമുക്ക് EG അല്ലേ, അതായത് 495 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. പിന്നെന്താ തന്നിട്ടുള്ളത് വി ടി പറയുന്നത് 440 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നോ പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ എങ്ങനെയാണ് നമ്മളൊരു പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതായത് EG മൈനസ് എന്താണ് VT എന്ന ഫോർമുല യൂസ് ചെയ്താൽ മതി അല്ലേ പെർസെൻറ്റേജ് റെഗുലേഷൻ ഓഫ് വോൾട്ടേജ് റെഗുലേഷന്. ഇപ്പോൾ 495 മൈനസ് 440/440 × 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 12.5% എന്ന് കിട്ടും അല്ലേ. പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ ഫോർമുല ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 12.5%. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 7. The ZPFC characteristics can be obtained by loading the synchronous generator using അതായത് സീറോ പവർ ഫാക്ടർ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ. അതായത് സീറോ പവർ ഫാക്ടർ ക്യാരക്ടറിസ്റ്റിക്സ് ക്യാൻ ബി ഒപ്റ്റെയിൻഡ്. എങ്ങനെയാണ് ഈ സീറോ പവർ ഫാക്ടർ ക്യാരക്ടറിസ്റ്റിക്സ് ഒപ്റ്റെയിൻ ചെയ്യുന്നത്? എന്തിന്? സിങ്ക്രണസ് ജനറേറ്ററിൽ യൂസിങ് എന്ത് വെച്ചിട്ടാണെന്നാണ്. ഓപ്ഷൻ എ സിങ്ക്രണസ് മോട്ടർ, ഓപ്ഷൻ ബി DC സീരീസ് മോട്ടർ, ഓപ്ഷൻ സി ലാമ്പ് ലോഡ്, ഓപ്ഷൻ ഡി ഷണ്ട് മോട്ടർ. അപ്പോൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് എന്താണ് നമ്മുടെ സീറോ പവർ ഫാക്ടർ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു സിങ്ക്രണസ് ജനറേറ്ററിൽ ഒപ്റ്റെയിൻ ചെയ്യുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിങ്ക്രണസ് മോട്ടർ വെച്ചിട്ടാണ് കേട്ടോ. എന്ത് വെച്ചിട്ടാണ്? സിങ്ക്രണസ് മോട്ടർ വെച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഈ സീറോ പവർ ഫാക്ടർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് അറിയണ്ടേ? അതായത് സീറോ പവർ ഫാക്ടർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ജനറേറ്റർ ആണല്ലോ. AC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ കർവ് ഓഫ് ആർമേച്ചർ ഓക്കെ ഇസ് എ കർവ് ഓഫ് ദി ആർമേച്ചർ ടെർമിനൽ വോൾട്ടേജ് ആൻഡ് ദ ഫീൽഡ് കറന്റ്. ആർമേച്ചർ ടെർമിനൽ വോൾട്ടേജും ഫീൽഡ് കറൻറ്റും തമ്മിലുള്ള ഒരു കർവാണ് നമ്മുടെ ഈ ZPFC സീറോ പവർ ഫാക്ടർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. So the machine is operated with constantly rated armature current at synchronous speed and zero lagging power factor ആണെങ്കിൽ എന്താണ്? The zero power factor characteristics is also called Portier characteristics എന്ന് പറയും. So maintaining very low power factor, the alternator is loaded by means reactors or by the under excited synchronous motor. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോയിന്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് ഈ സീറോ പവർ ഫാക്ടർ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആർമേച്ചർ ടെർമിനൽ വോൾട്ടേജും ഫീൽഡ് കറൻറ്റും തമ്മിലുള്ള ഒരു കർവ് പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്താണ് നമ്മൾ അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ഒരു അണ്ടർ എക്സൈറ്റഡ് സിങ്ക്രണസ് മോട്ടറാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ലോ പവർ ഫാക്ടർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ആൾട്ടർനേറ്ററിൽ എന്ത് ലോഡ് ചെയ്യാണ്? മീൻസ് ബൈ എന്താണ് അണ്ടർ എക്സൈറ്റഡ് സിങ്ക്രണസ് മോട്ടർ യൂസ് ചെയ്യുകയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. Question number 8. The voltage induced in the three-phase alternator of each winding is dash with the voltages in the other two winding. Option A 120 degree out of phase, option B in phase, option C 180 degree out of phase, option D 150 degree out of phase. എന്താണ് വരുന്നത്? എന്താണ് the voltage induced അല്ലേ? voltage induced in a three-phase alternator of each winding is എന്നാണ് ചോദിച്ചുള്ളത്. of each winding is dash with the voltage in the other two winding. അതെങ്ങനെയായിരിക്കും? 120 degree out of phase ആയിരിക്കും. എങ്ങനെയായിരിക്കും? 120 degree out of phase ആണ്.
നമുക്കറിയാം ആൾട്ടർനേറ്ററിൻ്റെ റോട്ടറാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. റോട്ടർ ഓഫ് ദ ആൾട്ടർനേറ്റർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, ഇറ്റ് ഇൻഡ്യൂസസ് എ വോൾട്ടേജ് ഇൻ ഈച്ച് ഓഫ് ദിസ് വൈൻഡിങ്. ഓരോ വൈൻഡിങ്ങിലേക്കും എന്ത് ചെയ്യുകയാണ്, വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുകയാണ്. സോ ദ കീ ഫീച്ചർ ഓഫ് 3-phase സിസ്റ്റം ഇൻ ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വോൾട്ടേജ് ഇൻ ദീസ് വൈൻഡിങ്. സോ എന്താണ്, ദ വൈൻഡിങ്സ് ആർ സ്പേസ്ഡ് ഇവൻലി അറൗണ്ട് ദ റോട്ടർ ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ഈച്ച് വൈൻഡിങ് ഈസ്, അവിടുത്തെ ഓരോ ആംഗിളും എങ്ങനെയായിരിക്കും, 120 ഡിഗ്രി ആ ഒരു ഇതിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ആസ് എ റിസൾട്ട് ദ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ഈച്ച് വൈൻഡിങ് ഈസ് 120 ഡിഗ്രി എന്തായിരിക്കും, ഔട്ട് ഓഫ് ഫേസ് വിത്ത് ദ വോൾട്ടേജ് ഇൻ ദ അതർ 2 വൈൻഡിങ് ആയിരിക്കും. ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അല്ലേ. ദ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ഈച്ച് വൈൻഡിങ് ഈസ് എങ്ങനെയായിരിക്കും, 120 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് ദ വോൾട്ടേജ് ഇൻ ദ അതർ 2 വൈൻഡിങ്സ്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞില്ലേ. അപ്പോൾ എന്താണ് കറക്റ്റ് ആൻസർ, ദ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ 3-phase ആൾട്ടർനേറ്റർ ഓഫ് ഈച്ച് വൈൻഡിങ് ഈസ് 120 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് ദ വോൾട്ടേജ് ഇൻ ദ അതർ 2 വൈൻഡിങ് ആണ്. Question number 9. Which of the following conditions are necessary to connect an alternator into the bus bar grid? താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ, താഴെ തന്നിട്ടുള്ള കണ്ടീഷൻസ് അല്ലേ. തന്നിട്ടുള്ളത് എന്താണ്, ഫസ്റ്റ് വൺ സെയിം ടെർമിനൽ വോൾട്ടേജ്, സെക്കൻഡ് വൺ സെയിം പ്രൈം മൂവർ സ്പീഡ്, തേർഡ് വൺ സെയിം ഫേസ് ഫ്രീക്വൻസ്, ഫോർത്ത് വൺ സെയിം ഫ്രീക്വൻസി. അപ്പോൾ തന്നിട്ടുള്ള ഈ 4 സ്റ്റേറ്റ്മെന്റ് അല്ലേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ആർ നെസസറി ടു കണക്ട് ആൻഡ് ആൾട്ടർനേറ്റർ ഇൻ ടു ദ ബസ് ബാർ ഗ്രിഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ്, ഓപ്ഷൻ എ ഓൺലി 1, 2 and 3, ഓപ്ഷൻ ബി ഓൺലി 1, 3 and 4, ഓപ്ഷൻ സി ഓൺലി 2, 3 and 4, ഓപ്ഷൻ ഡി ഓൺലി 1 and 3. അപ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്, ബിഫോർ കണക്ടിങ് ആൻ ഇൻകമിംഗ് ആൾട്ടർനേറ്റർ വിത്ത് ആൻ ഓൾറെഡി ഓപ്പറേറ്റിംഗ് ആൾട്ടർനേറ്റർ ദ ഫോളോയിങ് കണ്ടീഷൻ, എന്തൊക്കെ കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് നോക്കിയേ. ഈക്വൽ വോൾട്ടേജ് ആയിരിക്കണം അല്ലേ, അതായത് ദ ടെർമിനൽ വോൾട്ടേജ് ഓഫ് ദ ഇൻകമിംഗ് ആൾട്ടർനേറ്റർ മസ്റ്റ് ബി ഈക്വൽ ടു ദ ബസ് ബാർ വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കണം. അതുപോലെ സെയിം ഫ്രീക്വൻസി ആയിരിക്കണം, അതായത് ദ ഫ്രീക്വൻസി ഓഫ് ജനറേറ്റർ വോൾട്ടേജ് മസ്റ്റ് ബി ഈക്വൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ദ ബസ് ബാർ വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കണം. പിന്നെന്താണ്, phase sequence കേസ് എടുക്കുമ്പോൾ the phase sequence of the 3-phase of the alternator must be similar to that of the grid or bus bar. അതുപോലെ phase angle എടുക്കുകയാണെങ്കിൽ എന്താണ്, the phase angle between the generator voltage and the voltage of the grid must be 0 എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെ കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈഡ് ചെയ്യേണ്ടത്, ഈക്വൽ വോൾട്ടേജ് ആയിരിക്കണം, സെയിം ഫ്രീക്വൻസി ആയിരിക്കണം, അതുപോലെ ഫേസ് ഫ്രീക്വൻസ്, അങ്ങനെ ഫേസ് ഫ്രീക്വൻസ് കൺസിഡർ ചെയ്യണം, ഫേസ് ആംഗിളൊക്കെ കൺസിഡർ ചെയ്യണം. അപ്പോൾ തന്നിട്ടുള്ളതിൽ എന്താണ്, സെയിം ടെർമിനൽ വോൾട്ടേജ് കൺസിഡർ ചെയ്യാം അല്ലേ, അതുപോലെ സെയിം ഫേസ് ഫ്രീക്വൻസും ഓക്കെയാണ്, സെയിം ഫ്രീക്വൻസി ആണ് അല്ലേ. അപ്പോൾ ഇല്ലാത്തത് എന്താണ്, സെയിം പ്രൈം മൂവർ സ്പീഡാണ്. അപ്പോൾ 3 എണ്ണം, അതായത് 1, 3 and 4 ആണ് കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ ഒരെണ്ണം ഏതാണ്, നമുക്ക് ഇല്ലാത്തത് ഏതാണ്, ഇവിടെ എന്താണ്, ഫേസ് ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ, ഫേസ് ആംഗിൾ, ഫേസ് സീക്വൻസ് ആണെന്നുള്ള ഫേസ് ആംഗിൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നന്നായി നോക്കുക. കാരണം ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് മനസ്സിലായില്ലേ, കണ്ടീഷൻ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന്. ഈ 4 പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്, ഇങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. Question number 10. Synchronoscope is used to check. എന്ത് ചെക്ക് ചെയ്യാനാണ് നമ്മളൊരു സാധാരണ ഒരു സിങ്ക്രോണോസ്കോപ്പ് എന്ന ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ഫ്രീക്വൻസി ഡിഫറൻസ്, ഓപ്ഷൻ ബി ഫേസ് ആംഗിൾ ഡിഫറൻസ്, ഓപ്ഷൻ സി ഫേസ് ഫ്രീക്വൻസ്, ഓപ്ഷൻ ഡി ബോത്ത് 1 and 2. അപ്പോൾ എന്താണ്, സിങ്ക്രോണോസ്കോപ്പ് ഈസ് യൂസ്ഡ് ടു ചെക്ക്, അതായത് ഫ്രീക്വൻസി ഡിഫറൻസും ഫേസ് ആംഗിൾ ഡിഫറൻസും ചെക്ക് ചെയ്യാൻ നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ സിങ്ക്രോണോസ്കോപ്പ് എന്നാണ് ആർ എൻ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ഷോ ദ relative frequency, speed difference and phase angle between the machine to be synchronized and the system voltage എന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസി ഡിഫറൻസ് മെഷർ ചെയ്യാനും അതുപോലെ ഫേസ് ആംഗിൾ ഡിഫറൻസ് മെഷർ ചെയ്യാനും നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ഈ സിങ്ക്രോണോസ്കോപ്പ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ബോത്ത് 1 and 2 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 11. Which of the following is not a self-starting motor? താഴെ തന്നിട്ടുള്ള മോട്ടറിൽ ഏതാണ് സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടർ അല്ലാത്തത്? ഓപ്ഷൻ എ 3-phase ഇൻഡക്ഷൻ മോട്ടർ, ഓപ്ഷൻ ബി ഷണ്ട് DC മോട്ടർ, ഓപ്ഷൻ സി സിങ്ക്രണസ് മോട്ടർ, ഓപ്ഷൻ ഡി 3-phase സ്ക്വിറൽ കേജ് മോട്ടർ. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടർ എന്ന് പറയുന്നത് ഏതാണെന്ന് നോക്കിയേ. ഏതാണ് നമ്മുടെ സിങ്ക്രണസ് മോട്ടറാണ്. ഏതാണ് നമ്മുടെ സിങ്ക്രണസ് മോട്ടർ ആയിരിക്കും എന്താണ് സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടർ അല്ലാത്തത്.
ചെയ്യാത്തത്. അങ്ങനെയാണ് നമ്മൾ അപ്പോൾ നമുക്ക് ആലോചിക്കണം നമ്മൾ എങ്ങനെയാണ് ഈ സിങ്ക്രണസ് മോട്ടറിനെ സെൽഫ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്, ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അല്ലേ. യൂസിങ് പോണി മോട്ടോർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സിങ്ക്രണസ് മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അതായത് ചെറിയ മോട്ടോഴ്സ് വെച്ചിട്ട് കേട്ടോ. അതുകൂടാതെ എന്താണ് ഡാമ്പർ വൈൻഡിങ്, അതായത് 3 phase സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മോട്ടോർ നോർമൽ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറായി റൺ ചെയ്യുന്ന പോലെ. അതുപോലെ എന്താണ് യൂസിങ് എ സ്മാൾ DC മെഷീൻ കപ്പിൾഡ് ടു ഇറ്റ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സിങ്ക്രണസ് മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഏത് മോട്ടറാണ് സെൽഫ് സ്റ്റാർട്ടിങ് മോട്ടർ അല്ലാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് തന്നെയാണ്, സിങ്ക്രണസ് മോട്ടറാണ്. Question number 12. Synchronous motors are mechanically coupled with another device which is disconnected after the magnetic locking. What is that device? എന്താണ് ഇതും എന്ത് തന്നെയാണ്, നമ്മുടെ മോട്ടോർ സ്റ്റാർട്ടിങ് പോലെ തന്നെയാണ് അല്ലേ. അതായത് വേറൊരു ഡിഫറെൻറ്റ് ടേംസിൽ എന്താണ് ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി പിടിച്ചതാണ്. നോക്കിയേ, സിങ്ക്രണസ് മോട്ടോഴ്സ് ആർ മെക്കാനിക്കലി കപ്പിൾഡ് വിത്ത് അനദർ ഡിവൈസ് അല്ലേ, കപ്പിൾ ചെയ്തിട്ടുണ്ടാവും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. വിച്ച് ഈസ് ഡിസ്കണക്റ്റഡ്, അത് കഴിഞ്ഞാൽ എന്താണ് കുറച്ച് കഴിയുമ്പോൾ അതെന്താണ് ഡിസ്കണക്റ്റഡ് ചെയ്യും, അതിൻ്റെ മാഗ്നറ്റിക് ലോക്കിംഗ്. അങ്ങനെ ചെയ്യുന്നത് എന്താണ്, ഓപ്ഷൻ എ ബാറ്ററി, ഓപ്ഷൻ ബി അനദർ മോട്ടോർ, ഓപ്ഷൻ സി ഇൻവെർട്ടർ, ഓപ്ഷൻ ഡി ജനറേറ്റർ. ഏതാണ്, അനദർ മോട്ടർ ആയിരിക്കും അല്ലേ. അതായത് നമ്മുടെ പോണി മോട്ടോർ അല്ലെങ്കിൽ ഡാമ്പർ വൈൻഡിങ് യൂസിങ് എ സ്മാൾ DC മെഷീൻസ് ഒക്കെയാണ്. അത് സ്റ്റാർട്ടിങ്ങിന് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, പക്ഷേ എന്താണെന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചു എന്ന് മാത്രം. അപ്പോൾ എന്താണ് പോണി മോട്ടോർ പറഞ്ഞാൽ എന്താണ്, പോണി മോട്ടോർ ഡ്രൈവ് ദ മെയിൻ മോട്ടോർ അപ് ടു നിയർ സിങ്ക്രണസ് സ്പീഡ് വരെ എന്ത് ചെയ്യും, അത് റൺ ചെയ്യിക്കും. അതുപോലെ എന്താണ് ദ മോട്ടർ ദെൻ നീഡ്സ് ടു ബി സിങ്ക്രണൈസ്ഡ് ടു ദ സപ്ലൈ ആണ്. അതുകൂടാതെ എന്താണ് മെയിൻ മോട്ടർ ദെൻ റൺ അറ്റ് സിങ്ക്രണസ് സ്പീഡിൽ അത് റൺ ചെയ്യും. ഡാമ്പർ വൈൻഡിങ്ങിൻ്റെ കേസ് എങ്ങനെയാണ്, വെൻ ദ 3 phase സപ്ലൈ സ്വിച്ച് ഓൺ, നമ്മൾ സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ ദ മോട്ടർ റൺ അപ്പ് അറ്റ് നോർമൽ എന്തായിട്ടാണ് ഓർഡർ ചെയ്യുന്നത്, സ്ക്വിറൽ ഗേജ് മോട്ടറായിട്ടാണ് അത് റൺ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ സ്മാൾ DC മെഷീൻ ഈസ് കപ്പിൾഡ് വിത്ത് ദ സിങ്ക്രണസ് മോട്ടർ. ദ DC മെഷീൻ ഈസ് മെയ്ഡ് ടു ആക്ട് DC മോട്ടർ സോ ദാറ്റ് ദ സിങ്ക്രണസ് മോട്ടർ ഈസ് സ്റ്റാർട്ടഡ്. മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് മോട്ടറിൻ്റെ സ്റ്റാർട്ടിങ്, സിങ്ക്രണസ് മോട്ടറിൻ്റെ. Question number 13. In a synchronous machine, if the field flux is ahead of the armature field axis in the direction of rotation, the machine works എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഓപ്ഷൻ എ അസിങ്ക്രണസ് മോട്ടർ, ഓപ്ഷൻ ബി അസിങ്ക്രണസ് ജനറേറ്റർ, ഓപ്ഷൻ സി സിങ്ക്രണസ് മോട്ടർ, ഓപ്ഷൻ ഡി സിങ്ക്രണസ് ജനറേറ്റർ. അതായത് ഒരു സിങ്ക്രണസ് മെഷീൻ ഇഫ് ദ ഫീൽഡ് ഫ്ലക്സ് ഈസ് അഹെഡ് ടു ദ ആർമേച്ചർ ഫീൽഡ് ആക്സിസ് ആണെങ്കിൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ റൊട്ടേഷൻ മെഷീൻ വർക്ക് എങ്ങനെയാണത്, എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, സിങ്ക്രണസ് ജനറേറ്റർ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ. എന്താണ് ഒരു സിങ്ക്രണസ് മെഷീനിൽ ദ ടോർക്ക് ആംഗിൾ ഈസ് എ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആർമേച്ചർ ഫ്ലക്സ് ആൻഡ് ഫീൽഡ് ഫ്ലക്സ് ആയിരിക്കും. ആ ഒരു കേസിൽ അല്ലേ ദ ആക്സിസ് ഓഫ് ഫീൽഡ് ഫ്ലക്സ് ഈസ് ഇൻ ലൈൻ വിത്ത് ദ ആർമേച്ചർ ഫ്ലക്സ് ദറ്റ് ഈസ് ടോർക്ക് ആംഗിൾ ഈസ് 0, ദെൻ ദ മെഷീൻ ഈസ് സെഡ് ടു ബി ഫ്ലോട്ടിംഗ് എന്നാണ് പറയുന്നത്. നോക്കിയിരിക്കുക കേട്ടോ. Question number 14. A 3 phase synchronous motor made. ഒരു 3 phase synchronous മോട്ടറിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, ഓപ്ഷൻ എ 3 phase AC സപ്ലൈ ഓൺലി, ഓപ്ഷൻ ബി 3 phase AC സപ്ലൈ as well as DC സപ്ലൈ, ഓപ്ഷൻ സി 3 phase AC സപ്ലൈ as well as a single phase AC സപ്ലൈ, ഓപ്ഷൻ ഡി DC സപ്ലൈ ഓൺലി. എന്താണ് മോട്ടറിന് ആവശ്യമുള്ളത്, 3 phase AC സപ്ലൈ കൂടാതെ എന്തോ ആവശ്യമാണ്, DC സപ്ലൈയും ആവശ്യമാണ്. അപ്പോൾ ഒരു സിങ്ക്രണസ് മോട്ടറിനെ നമുക്ക് എന്ത് പറയാം, ഡബ്ലി എക്സൈറ്റഡ് മെഷീൻ എന്ന് പറയാം. ഓർത്ത് വയ്ക്കുക, ഏതാണ് ഡബ്ലി എക്സൈറ്റഡ് മെഷീൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയണം ഏതാണത്, സിങ്ക്രണസ് മോട്ടറാണ്. അതായത് ബോത്ത് ഇറ്റ് റോട്ടർ ആൻഡ് സ്റ്റേറ്റർ ആർ എക്സൈറ്റഡ്, റോട്ടറിനും സ്റ്റേറ്ററും എന്താണ് അതിൽ എക്സൈറ്റഡ് ആണ്. സോ ടു അച്ചീവ് ദ മാഗ്നറ്റിക് ലോക്കിംഗ് ബിറ്റ്വീൻ സ്റ്റേറ്റർ ആൻഡ് റോക്കിംഗ് ഡബിൾ എക്സൈറ്റേഷൻ നീഡഡ്. അവിടെ എന്താവശ്യമാണ്, ഡബിൾ എക്സൈറ്റഡ് ആവശ്യമുള്ളത് കൊണ്ട് നമുക്ക് അതിന് എന്ത് പേര് പറയാം, ഡബിൾ എക്സൈറ്റഡ് മെഷീൻ എന്ന് പറയാം. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു 3 phase സിങ്ക്രണസ് മോട്ടർ എക്സൈറ്റ് ചെയ്യാൻ എന്തൊക്കെ ആവശ്യമുണ്ട്, ഒരു 3 phase സപ്ലൈ റോട്ടറിലേക്ക് കൊടുക്കുന്നത് കൂടാതെ എന്താണ് ഒരു DC സപ്ലൈ കൂടി ആവശ്യമുണ്ട് അല്ലേ. ദാറ്റ്സ് വൈ എന്താണ് 3 phase സിങ്ക്രണസ് മോട്ടർ നീഡ് 3 phase AC സപ്ലൈ as well as എന്താവശ്യമാണ്, DC സപ്ലൈ കൂടി അതിന് ആവശ്യമാണെന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ. Question number 50. The number of poles required to achieve a speed of 1800 rpm when operated at 400 volt 60 Hz frequency is. എന്താണ് ചോദിച്ചിട്ടുള്ളത്, നമ്മുടെ പോളാണ് ചോദിച്ചിട്ടുള്ളത്. പോൾസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ സിങ്ക്രണസ് സ്പീഡ് എന്ത് തന്നിട്ടുണ്ട്, 1800 rpm തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ട് 400 വോൾട്ട് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി വന്നിട്ട് എത്രയാണ്, 60 Hz എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഫ്രീക്വൻസി 60 Hz തന്നിട്ടുണ്ട്. അപ്പോൾ പോൾ എത്രയാണെന്ന്, ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ
സി 6, ഓപ്ഷൻ ഡി 8. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സിങ്ക്രോണസ് സ്പീഡ് വന്നിട്ട് 1800 RPM ആണ്. ഫ്രീക്വൻസി വന്നിട്ട് 60 ഹെർട്സ് ആണ്. അപ്പോൾ എന്താണ് പോൾ കണ്ടുപിടിക്കാൻ എന്താണ് നമുക്കറിയാം, സിങ്ക്രോണസ് സ്പീഡ് ഈക്വൽ ടു 120 f/p അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല. ns ഈക്വൽ ടു എന്താണ് 120 f/p ആണ് അല്ലേ, 120 f/p ആണ്. അപ്പോൾ നമുക്കിതിൽ എന്താണ് p ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ഫോർമുല യൂസ് ചെയ്യാം, 120 f/ എന്താണ് സിങ്ക്രോണസ് സ്പീഡ്. എല്ലാ വാല്യൂസും നമ്മുടെ കയ്യിലുണ്ട് അല്ലേ, അതായത് 120 × 16 × 1800 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും, 4 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. Question number 16. Distributed winding and fractional pitch employed in AC machine result in. അതായത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ വൈൻഡിങ്ങും അതുപോലെ ഫ്രാക്ഷണൽ പിച്ചിൻ AC മെഷീൻ എന്താണ് റിസൾട്ട് ചെയ്യുന്നത്. ഓപ്ഷൻ എ ഇൻക്രീസിംഗ് ഓഫ് EMF ആൻഡ് റിഡക്ഷൻ ഓഫ് ഹാർമോണിക്സ്. ഓപ്ഷൻ ബി റിഡക്ഷൻ ഓഫ് ബോത്ത് EMF ആൻഡ് ഹാർമോണിക്സ്. ഓപ്ഷൻ സി ഇൻക്രീസ് ഇൻ ബോത്ത് EMF ആൻഡ് ഹാർമോണിക്സ്. ഓപ്ഷൻ ഡി നോ എഫക്ട്സ് ഓൺ ബോത്ത് EMF ആൻഡ് ഹാർമോണിക്സ്. ഇതെന്താണ് സംഭവിക്കുന്നത്, അതായത് ഒരു AC മെഷീനിൽ 2 ടൈപ്പ് ഓഫ് വൈൻഡിങ് ഉണ്ടെന്ന് ആലോചിക്കുക. എന്താണ് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്ങും അതുപോലെ എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്ങും ആണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ദ കോയിൽ ടേൺസ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻ വൺ പ്ലേസ്. നമ്മുടെ കോയിൽ ടേൺസ് ഒക്കെ എവിടെയാണ് കോൺസെൻട്രേറ്റഡ്, പേര് പോലെ തന്നെ എന്താണ് ഒരു പ്ലേസിൽ തന്നെ അത് കോൺസെൻട്രേറ്റ് ചെയ്യും. സോ നോ പ്രൊഡക്ഷൻ ഓഫ് പിച്ച് ഫാക്ടർ ഓർ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഫോർ ദിസ് വൈൻഡിങ്. ഈ വൈൻഡിങ്ങിൽ എന്തില്ല, പിച്ച് ഫാക്ടറോ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറോ ഒന്നും പ്രൊഡക്റ്റ് ചെയ്യുന്നില്ല. സോ കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഹാസ് മോർ റിപ്പൽസ് ദാൻ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്. ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്ങിൽ എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജിൽ മോർ റിപ്പൽസ് ഉണ്ടാവാം. സോ ഹെൻസ് ദ ടെർമിനൽ ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് മേ ഡെലിവർ എന്താണ് പ്യുവർ DC ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്ങിന്റെ കേസിൽ നോക്കിയ പേര് പോലെ തന്നെ എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് എല്ലാവരും പരന്നു കിടക്കുന്ന പോലെയാണെന്ന് മനസ്സിലാക്കുക. അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദ പെരിഫറി ഓഫ് ദ റോട്ടർ ഓർ സ്റ്റേറ്റർ സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് എന്ത് ചെയ്യും, റിഡ്യൂസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് റെഡ്യൂസിങ് ദ ഹാർമോണിക്സ് കണ്ടന്റ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ 2 ടൈപ്പ് ഓഫ് വൈൻഡിങ്ങിനെ കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കുക. ഒന്നെന്താണ് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്ങും പിന്നെന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്ങിനെ കുറിച്ചും. ഓക്കെ. Question number 17. Identify whether the given statement related to alternators are true or false. താഴെ തന്ന 2 സ്റ്റേറ്റ്മെന്റിൽ ആൾട്ടർനേറ്ററിനെ കുറിച്ചിട്ടാണ്, അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് എന്താണ്, പിച്ച് ഫാക്ടർ ഈസ് ഓൾവേസ് ലെസ് ദാൻ യൂണിറ്റി. സെക്കൻഡ് വൺ, ദ എഫിഷ്യൻസി ഓഫ് എൻ ആൾട്ടർനേറ്റർ ഓൾവേസ് ഇൻക്രീസിംഗ് ദ പവർ ഫാക്ടർ. അപ്പോൾ ഓപ്ഷൻ എ 1 ട്രൂ ആൻഡ് 2 ട്രൂ. ഓപ്ഷൻ ബി 1 ഫാൾസ് ആൻഡ് 2 true. ഓപ്ഷൻ സി 1 true and 2 false. ഓപ്ഷൻ ഡി 1 false and 2 false. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്, 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് തന്നെയാണ് അല്ലേ. അതായത് ഒരു പിച്ച് ആൾട്ടർനേറ്ററിന്റെ പിച്ച് ഫാക്ടർ എപ്പോഴും എന്താണ് ലെസ് ദാൻ യൂണിറ്റി ആണ് ഒരു കേസ്. അതുകൂടാതെ എന്താണ് ദ എഫിഷ്യൻസി ഓഫ് എൻ ആൾട്ടർനേറ്റർ ഓൾവേസ് ഇൻക്രീസസ് വിത്ത് ദ പവർ ഫാക്ടർ. പവർ ഫാക്ടറിനനുസരിച്ച് അതിൻ്റെ എഫിഷ്യൻസി കൂടും. കൂടാതെ എന്താണ് ദ എഫിഷ്യൻസി ഓഫ് എൻ ആൾട്ടർനേറ്റർ ഫോർ എ ഗിവൺ ലോഡ് ഈസ് മാക്സിമം ഓൺലി വെൻ ദർ പവർ ഫാക്ടർ ഈസ് യൂണിറ്റി ആൻഡ് it will decrease as a power factor decreases എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റും ആൾട്ടർനേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റും എന്ത് തന്നെയാണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പോൾ അതെല്ലാം നോക്കി വെക്കുക, കാരണം സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഇപ്പം നിറയെ വരുന്നുണ്ട് അല്ലേ. Question number 18. A ceiling fan user. സീലിംഗ് ഫാനിൽ ഏത് മോട്ടറാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്ലിക്കേഷൻ ലെവലാണ് അല്ലേ. ഓപ്ഷൻ എ എന്താണ് സ്പ്ലിറ്റ് ഫേസ് മോട്ടർ. ഓപ്ഷൻ ബി കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ റൺ മോട്ടർ. ഓപ്ഷൻ സി കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടർ. ഓപ്ഷൻ ഡി യൂണിവേഴ്സൽ മോട്ടർ. അപ്പോൾ സീലിംഗ് ഫാനിൽ യൂസ് ചെയ്യുന്നത് അതായത് സിംഗിൾ ഫേസ് മോട്ടറാണ് അല്ലേ. അതിൽ യൂസ് ചെയ്യുന്ന മോട്ടർ ഏതാണ്, കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ റൺ മോട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ലെവൽ നോക്കിക്കേ. അതായത് നമ്മുടെ സ്പ്ലിറ്റ് ഫേസ് മോട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ വരുന്ന ആപ്ലിക്കേഷൻ നോക്കൂ. സ്മാൾ ഡ്രില്ലിംഗ് പ്രസ്സസ്, ഷോപ്പ് ഗ്രൈൻഡേഴ്സ്, സ്മാൾ ബെൽറ്റ് ഡ്രൈവൺ, കൺവെയേഴ്സ്, വാഷിംഗ് മെഷീനിലൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. എന്നാൽ കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടർ ആണെങ്കിൽ അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, കംപ്രസേഴ്സ്, കൺവെയേഴ്സ്, റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷൻ, സീലിംഗ് ഫാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത്. പിന്നെന്താണ് നമ്മളുടെ അടുത്തത് വരുന്നത്, നമ്മുടെ ഷെയ്ഡഡ് പോൾ മോട്ടോറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഹെയർ ഡ്രയേഴ്സ്, ടോയ്സ്, റെക്കോർഡ് പ്ലെയേഴ്സ്, സ്മാൾ ഫാൻസ് ആൻഡ് ഇലക്ട്രിക് ക്ലോക്സ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ നന്നായി നോക്കി പോവുക, കാരണം ഇതൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ സീലിംഗ് ഫാനിങ് യൂസസ് ഏതിലാണ്, സീലിംഗ് ഫാനിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കപ്പാസിറ്റേഴ്സ് റൺ ഇൻഡക്ഷൻ മോട്ടർ അല്ലെങ്കിൽ കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ റൺ മോട്ടറിലാണ് നമ്മളത് യൂസ് ചെയ്യാറുള്ളത്.
Question number 19. Identify whether the following statement are true or false. താഴെ തന്നിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ ട്രൂ ആണോ ഫാൾസ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കി സ്റ്റേറ്റ്മെൻറ്റ് 1. Capacitor start motor are more costly than split phase induction motor. Statement 2. The two value capacitor motor and the two capacitors are connected in parallel at the starting. അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫാൾസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫാൾസ്. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ ഫാൾസ്, ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ. എന്താണ് അപ്പോൾ വരുന്നത്? രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ നോക്കാം ഓരോ മോട്ടേഴ്സും. നോക്കി സ്പ്ലിറ്റ് ഫേസ് റെസിസ്റ്റൻസ് മോട്ടർ ഉണ്ട്, അതുപോലെ കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടർ, കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ റൺ മോട്ടർ, ഷെയ്ഡഡ് പോൾ മോട്ടർ. അതൊക്കെ എന്താണ് നമ്മുടെ FHP മോട്ടറാണ്, അറിയാം അല്ലേ? അപ്പോൾ അതിൻ്റെ പവർ ഫാക്ടർ നോക്കിയാൽ ഓരോന്നിൻ്റെയും 3, 2, 1, 4 ആണ് അല്ലേ? അതുപോലെ കപ്പാസിറ്റർ സ്റ്റാർട്ടിംഗ് ടോർക്ക് കേസ് എങ്ങനെയാണ്? 150% to 200% വരെയാണ്. ഇതിൽ 300% to 450 ആണ്. അതിൽ 200 ആണ്, വളരെ കുറവാണ് നമ്മുടെ ഷെയ്ഡഡ് പോളിൽ റേറ്റിംഗ്. അപ്പോൾ ഞാൻ നോക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഒക്കെ ഒന്ന് നോക്കി അതിൻ്റെ സെൻട്രിഫ്യൂഗൽ സ്വിച്ചിൻ്റെ ക്യാരക്ടർ എടുക്കുമ്പോൾ എല്ലാത്തിലും പ്രസൻ്റ് ആണ്, പക്ഷേ ഷെയ്ഡഡ് പോൾ മോട്ടറിൽ അത് പ്രസൻ്റ് അല്ല. അപ്പോൾ നോക്കി നമ്മുടെ തന്നില്ല കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടർ ആർ മോർ കോസ്റ്റ്ലി ദാൻ സ്പ്ലിറ്റ് ഫേസ്. നോക്കിയ കോസ്റ്റ് എടുക്കുമ്പോൾ എന്താണ്? കോസ്റ്റ് കൂടുതലല്ലേ? അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും അതായത് നമുക്ക് തന്നിട്ടുള്ള അതായത് 2 വാല്യൂ കപ്പാസിറ്റർ മോട്ടർ 2 കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ അറ്റ് ദ സ്റ്റാർട്ടിങ്ങും രണ്ടും എന്ത് തന്നെയാണ്? കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. Question number 20. A washing machine generally employing a dash motor. ഇതും എന്താണ്? നമ്മുടെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? ഒരു വാഷിംഗ് മെഷീനിൽ ഏത് മോട്ടറാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഷെയ്ഡഡ് പോൾ, ഓപ്ഷൻ ബി റെസിസ്റ്റൻസ് സ്പ്ലിറ്റ് ഫേസ്, ഓപ്ഷൻ സി സിംഗിൾ ഫേസ് സീരീസ് മോട്ടർ, ഓപ്ഷൻ ഡി ഹിസ്റ്ററിസിസ്. ഏതാണ്? നമ്മുടെ റെസിസ്റ്റൻസ് സ്പ്ലിറ്റ് ഫേസ് മോട്ടറാണ് നമ്മളതിൽ യൂസ് ചെയ്യുന്നത്. നോക്കിയേ അതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കിയേ. സ്പ്ലിറ്റ് ഫേസ് മോട്ടറിൽ സ്മാൾ ഡ്രിൽ പ്രസ്സസ്, ഷോപ്പ് ഗ്രൈൻഡേഴ്സ്, സ്മാൾ ബെൽറ്റ് ഡ്രൈവ് ആൻഡ് കൺവയേഴ്സ്. വാഷിംഗ് മെഷീനിലൊക്കെ നമ്മൾ എന്താണ് സ്പ്ലിറ്റ് ഫേസ് മോട്ടർ യൂസ് ചെയ്യുന്നത്. പെർമനന്റ് കപ്പാസിറ്റർ മോട്ടർ എവിടെയാണ്? കംപ്രസേഴ്സ്, കൺവയേഴ്സ്, റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷൻ, സീലിംഗ് ഫാൻ ഇപ്പോൾ കണ്ടത് അല്ലേ? അതുപോലെ ഷെയ്ഡഡ് പോൾ മോട്ടർ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഹെയർ ഡ്രയേഴ്സ്, ടോയ്സ്, റെക്കോർഡ് പ്ലെയേഴ്സ്, സ്മാൾ ഫാൻസ്, ഇലക്ട്രിക് ക്ലോക്സിലൊക്കെ യൂസ് ചെയ്യും. സിംഗിൾ ഫേസ് AC സീരീസ് മോട്ടർ ആണെങ്കിൽ എന്താണ്? സ്വീയിങ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ്, ടേബിൾ ഫാൻ, ഫുഡ് മിക്സേഴ്സ്, വാക്വം ക്ലീനറിലൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും അപ്ലിക്കേഷൻ അറിഞ്ഞിരിക്കണം. അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. Question number 21. A capacitor start motor amount single phase induction motor has a dash high efficiency, highest starting torque, B low efficiency, option C low power factor, option D highest power factor. ഒരു കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടറിനെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കാണ് അല്ലേ? നമുക്കറിയാം ഇൻഡക്ഷൻ മോട്ടറിലെ എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഷെയ്ഡഡ് പോൾ മോട്ടറുണ്ട്. ഷെയ്ഡഡ് പോൾ മോട്ടറിൻ്റെ പ്രത്യേകത എന്താണ്? അതിൽ ലോ സ്റ്റാർട്ടിംഗ് ടോർക്കും ലോ പവർ ഫാക്ടറും ആയിരിക്കും. കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടർ എടുക്കുകയാണെങ്കിൽ എന്താണ്? ഹയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടോർക്കും മീഡിയം പവർ ഫാക്ടറും ആയിരിക്കും അതിനകത്ത്. അതുപോലെ കപ്പാസിറ്റർ റൺ മോട്ടർ എടുക്കുകയാണെങ്കിൽ അതിലെങ്ങനെയാണ്? മീഡിയം സ്റ്റാർട്ടിംഗ് ടോർക്കും ഹയസ്റ്റ് പവർ ഫാക്ടറും ആണ്. സ്പ്ലിറ്റ് റൺ മോട്ടർ ആണെങ്കിൽ എന്താണ്? ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആൻഡ് ലോ പവർ ഫാക്ടറാണ്. അപ്പോൾ അവർ കമ്പാരിസൺസ് നന്നായി നോക്കുക, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ അല്ലേ? അതായത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിലെ കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടർ എമൗണ്ട് എങ്ങനെയായിരിക്കും? അതിന് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കാണ്. എന്തായിരിക്കും? ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കും അതുപോലെ മീഡിയം പവർ ഫാക്ടർ കൂടിയായിരിക്കും. അപ്പോൾ എന്താണ്? ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കാണ്, അതുപോലെ എന്താണ്? മീഡിയം പവർ ഫാക്ടർ കൂടിയാണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. Question number 22. Dash is a type of single phase motor which has the lowest speed. താഴെ തന്നിട്ടുള്ള എന്താണ് സിംഗിൾ ഫേസ് മോട്ടറിൽ ലോവസ്റ്റ് സ്പീഡ് ഉള്ളത് ഏതാണ്? ഓപ്ഷൻ എ ഹിസ്റ്ററിസിസ്, ഓപ്ഷൻ ബി യൂണിവേഴ്സൽ, ഓപ്ഷൻ സി ഷെയ്ഡഡ് പോൾ, ഓപ്ഷൻ ഡി റിപ്ലഷൻ. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് സിംഗിൾ ഫേസ് മോട്ടറിനാണ് ലോവസ്റ്റ് സ്പീഡായിട്ട് കാണുന്നത്? ഷെയ്ഡഡ് പോളിനാണ് അല്ലേ? അപ്പോൾ ഷെയ്ഡഡ് പോളിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അറിയണ്ടേ? ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടർ ഈസ് സിംപ്ലി എ self-starting single-phase induction motor ആണ് whose one of the pole is shaded by the കോപ്പർ റിങ്. ഏതെങ്കിലും ഒരു ഷെയ്ഡ് എന്താണ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? കോപ്പർ റിങ് വെച്ചിട്ട്. അപ്പോൾ ഇതിൽ മെറ്റീരിയലൊക്കെ നോക്കി വയ്ക്കുക. അത് കോപ്പർ റിങ് ഈസ് ആൾസോ കാൾഡ് എന്താണ്? ഷെയ്ഡഡ് റിങ്. അപ്പോൾ ഏത് മെറ്റീരിയലാണ് ചോദിക്കും? കോപ്പർ റിങ് ആണ് അല്ലേ? അതായത് കോപ്പർ റിങ് എന്തായിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ സെക്കൻഡറി വൈൻഡിങ് ഫോർ ദ മോട്ടർ ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. സോ ദ പാർട്ട് വിച്ച് ഈസ് കൺവേർട്ടഡ് വിത്ത് ദ കോപ്പർ റിങ് ഈസ് കാൾഡ് ഷെയ്ഡഡ് പാർട്ട് ആൻഡ് വിച്ച് ആർ നോട്ട് covered by the ring are called unshaded part. കവർ ചെയ്തതിന് നമുക്ക് ഷെയ്ഡഡ് പാർട്ട് എന്ന് പറയാം, കവർ ചെയ്യാത്തതിന് നമുക്ക് എന്താണ്? അൺഷെയ്ഡഡ് പാർട്ടാണ് അല്ലേ?
So the shaded pole motor rotate only in a particular direction. One particular direction മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ, റൊട്ടേറ്റ് ചെയ്യുള്ളൂ. ആൻഡ് ദ റിവേഴ്സ് മൂവ്മെൻറ്റ് ഓഫ് ദ മോട്ടർ ഈസ് നോട്ട് പോസിബിൾ. റിവേഴ്സ് മൂവ്മെൻറ്റ് അവിടെ എന്താണ്, പോസിബിൾ അല്ല, നോട്ട് ദ പോയിന്റ് കേട്ടോ. അതുകൂടാതെ എന്താണ്, ഇറ്റ് ഹാസ് സ്ലോവസ്റ്റ് സ്പീഡ്. ഇതെല്ലാം ഓരോന്നും പോയിന്റുകളാണ് കേട്ടോ. എന്താണ്, അതിന് സ്പീഡ് കുറവായിരിക്കും. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചതില്ലേ, ഒരു സിംഗിൾ ഫേസ് മോട്ടറിൽ ഏറ്റവും ലോവസ്റ്റ് സ്പീഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, സ്ലോവസ്റ്റ് സ്പീഡ് ഉള്ളത് ഏതാണ്, നമ്മുടെ ഷെയ്ഡഡ് പോൾ തന്നെയാണ്. ദെൻ എന്താണ്, ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫ്രം അൺഷെയ്ഡഡ് പോൾ ടു, എങ്ങനെയാണ് അതിൻ്റെ റൊട്ടേഷൻ വരുന്നത്, അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഷെയ്ഡ് ഇല്ലാത്തത്, അതായത് അൺഷെയ്ഡഡ് പോളിൽ നിന്ന് ഷെയ്ഡഡ് പോളിലേക്കായിരിക്കും. സോ ദ ഷെയ്ഡിങ് കോയിൽ ക്യാരി ഓൺലി ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഷെയ്ഡിങ് കോയിലാണ് എന്ത് ക്യാരി ചെയ്യുന്നത്, ഇൻഡ്യൂസ്ഡ് കറണ്ട് ക്യാരി ചെയ്യുന്നത്. ഓരോന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനെ കുറിച്ചിട്ട് ഇപ്പോൾ പറയുന്നത്, നമ്മുടെ ഷെയ്ഡഡ് പോൾ മോട്ടേഴ്സിനെ കുറിച്ചിട്ട്. ഓക്കെ. Question number 23. The capacitor in a single phase induction motor is used for. ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ കപ്പാസിറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, ഇംപ്രൂവിംഗ് ദ പവർ ഫാക്ടർ. ഓപ്ഷൻ ബി, റെഡ്യൂസ് ദ ഹാർമോണിക്സ്. ഓപ്ഷൻ സി, ഇംപ്രൂവ് ദ സ്റ്റാർട്ടിംഗ് ടോർക്ക്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. എന്തിനാണ് ദ കപ്പാസിറ്റർ ഓഫ് എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ? എന്തിനാണ്? ഇംപ്രൂവിംഗ് ദ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത് എന്താണ്, അതൊരു നോട്ട് സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ അതിന് എന്ത് വേണം? ഇറ്റ് റിക്വയറിംഗ് ആൻ ഓക്സിലറി മീൻസ് ഓർ എക്യുപ്മെൻറ്റ് ടു സ്റ്റാർട്ട് ദ മോട്ടർ. ഓക്സിലറി ആയിട്ട് എന്ത് വേണം? അത് മോട്ടർ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധനം ആവശ്യമാണ് അല്ലേ. ടു സ്റ്റാർട്ട് എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എ കപ്പാസിറ്റർ ഈസ്, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേര് കണക്ട് ചെയ്തത്, ഓർമ്മയുണ്ടോ? കപ്പാസിറ്റർ സ്റ്റാർട്ട് റൺ മോട്ടർ, അതുപോലെ കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടറൊക്കെ എന്തിനാ ഇതിനകത്ത് വരുന്നതാണ് അല്ലേ. അപ്പോൾ എന്താണ്, എ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ഇൻ, എങ്ങനെയാണ് അത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക? സീരീസ് ആണ് വിത്ത് ഓക്സിലറി ഓർ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് യൂസ്ഡ് ടു ജനറേറ്റ് എ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോർക്ക് വിച്ച് ആർ generated by fluxes equal in magnitude but opposite in direction ആയിരിക്കും. Question number 24. Which of the following motors is most suitable for using in domestic food mixture? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ. അതായത് അപ്ലിക്കേഷൻ തന്നെയാണ് വീണ്ടും ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഡൊമസ്റ്റിക് ഫുഡ് മിക്സറിൽ യൂസ് ചെയ്യുന്ന ഏത് മോട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, 3 phase synchronous motor. ഓപ്ഷൻ ബി, ഇൻഡക്ഷൻ മോട്ടർ. ഓപ്ഷൻ ഡി സി ഷണ്ട് മോട്ടർ. ഓപ്ഷൻ ഡി, യൂണിവേഴ്സൽ മോട്ടർ. ഏത് മോട്ടറാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്? യൂണിവേഴ്സൽ മോട്ടറാണ് അല്ലേ. അപ്പോൾ ഒരു ഇൻഡക്ഷൻ മോട്ടർ എന്താണ് പറഞ്ഞാൽ എന്താണ്? 3 phase motors are used for industrial days. അതുപോലെ സിംഗിൾ ഫേസ് മോട്ടോർ ആർ യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഫോർ സ്മാളർ ലോഡ്. ഏതിലൊക്കെയാണ്? ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ആയിട്ടുള്ള ഫാൻസിലൊക്കെ. റിലക്റ്റൻസ് മോട്ടോർ എന്താണ്? കോൺസ്റ്റന്റ് സ്പീഡ് അപ്ലിക്കേഷൻ ആയിട്ടുള്ള ട്രിമ്മിംഗ് ഡിവൈസ്, സിഗ്നലിംഗ് ഡിവൈസ്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്, ഫോട്ടോഗ്രാഫ്സ്, കൺട്രോൾ അപ്പാരറ്റസിലൊക്കെ അത് യൂസ് ചെയ്യാറുണ്ട്. യൂണിവേഴ്സൽ മോട്ടോർ എന്ന് പറയുമ്പോൾ എവിടെയാണ്? നമ്മുടെ മിക്സേഴ്സ്, അതുപോലെ ബ്ലെൻഡേഴ്സ്, വാക്വം ക്ലീനർ, ഹെയർ ഡ്രയേഴ്സ്, അതുപോലെ ഹൈ സ്പീഡ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളിലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? യൂണിവേഴ്സൽ മോട്ടോർ യൂസ് ചെയ്യുന്നത്. അതുപോലെ പെർമനൻറ്റ് മാഗ്നറ്റിക് സിങ്ക്രണസ് മോട്ടോർ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? കോമൺലി യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഫോർ ട്രാക്ഷൻ, റോബോട്ടിക്സ്, അല്ലെങ്കിൽ എന്താണ് എയറോസ്പേസ്, ബാറ്ററി പവേർഡ് ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ മോട്ടറിൻ്റെയും ആപ്ലിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, ആപ്ലിക്കേഷൻസ് ലെവൽസിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക്കൽ ഫുഡ് മിക്സേഴ്സിൽ യൂസ് ചെയ്യുന്ന മോട്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് തന്നെയാണ് പറയേണ്ടത്? നമ്മുടെ യൂണിവേഴ്സൽ മോട്ടർ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടറും റിലക്റ്റൻസ് മോട്ടറും യൂണിവേഴ്സൽ മോട്ടറും പെർമനൻറ്റ് മാഗ്നറ്റിക് സിങ്ക്രണസ് മോട്ടറിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് നന്നായി നോക്കി വെക്കുക കേട്ടോ. Question number 25. In an AC series motor, the EMF is. ഒരു AC series മോട്ടറിലെ EMF എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ, മാക്സിമം അറ്റ് ദ ബ്രഷസ് ആൻഡ് ആൾസോ മാക്സിമം ഇൻ ദ കോയിൽ അണ്ടർഗോയിങ് കമ്മ്യൂട്ടേഷൻ. ഓപ്ഷൻ ബി, മാക്സിമം അറ്റ് ദ ബ്രഷസ് ആൻഡ് സീറോ ഇൻ ദ കോയിൽ അണ്ടർഗോയിങ് കമ്മ്യൂട്ടേഷൻ. ഓപ്ഷൻ സി, സീറോ അറ്റ് ദ ബ്രഷസ് ആൻഡ് മാക്സിമം ഇൻ ദ കോയിൽ അണ്ടർഗോയിങ് കമ്മ്യൂട്ടേഷൻ. ഓപ്ഷൻ ഡി, സീറോ അറ്റ് ദ ബ്രഷസ് ആൻഡ് സീറോ ഇൻ ദ കോയിൽ അണ്ടർഗോയിങ് കമ്മ്യൂട്ടേഷൻ. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു AC സീരീസ് മോട്ടറിൽ അതിൻ്റെ EMF എന്ന് പറയുന്നത്? എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ അറ്റ് ദ ബ്രഷസ് ആൻഡ് മാക്സിമം ഇൻ ദ കോയിൽ അണ്ടർഗോയിങ് കമ്മ്യൂട്ടേഷൻ ആയിരിക്കും. നോക്കിയേ, ഒരു AC സീരീസ് മോട്ടർ എടുക്കുകയാണെങ്കിൽ ദ EMF ഈസ് സീറോ അല്ലേ. അവിടുത്തെ EMF വന്നിട്ട് എന്താണ്? സീറോ. ഒരു AC സീരീസ് മോട്ടർ എടുക്കുകയാണെങ്കിൽ EMF ഈസ് സീറോ അറ്റ് ദ ബ്രഷസ് ആൻഡ് മാക്സിമം ഇൻ ദ കോയിൽ അണ്ടർഗോയിങ് കമ്മ്യൂട്ടേഷൻ. എന്തുകൊണ്ടാണത്? ബ്രഷസ് ആർ ഫങ്ഷണലി പ്രസൻറ്റ് അറ്റ് ന്യൂട്രൽ ഓർ ഇന്റർപോൾ ആക്സിസ് സോ ദാറ്റ് സീറോ EMF ഈസ് ഇൻഡ്യൂസ്ഡ് അറ്റ് ബ്രഷസ് എന്നാണ് പറയുന്നത്. അപ്പോൾ AC സീരീസ് മോട്ടർ ഈസ് എ
കമ്മ്യൂട്ടേറ്റഡ് സീരീസ് വൗണ്ട് മോട്ടറാണ്. ഒരു AC സീരീസ് മോട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കമ്മ്യൂട്ടേറ്റഡ് സീരീസ് വൗണ്ട് മോട്ടറാണ്. സോ ദ സ്റ്റാറ്റേഴ്സ് ഫീൽഡ് കോയിൽ ആർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ റോട്ടർ വൈൻഡിങ് ത്രൂ എ കമ്മ്യൂട്ടേറ്റർ. ആ സമയത്ത് എന്താണ്? അറ്റ് ദ ടൈം ഓഫ് കമ്മ്യൂട്ടേഷൻ എ ഹ്യൂജ് വോൾട്ടേജ്, അല്ലേ, ഒരു ഹ്യൂജ് വോൾട്ടേജ് എവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഇൻ ദ ഷോർട്ട് സർക്യൂട്ടിംഗ് കോയിൽ ബിക്കോസ് ഓഫ് ട്രാൻസ്ഫോമർ ആക്ഷൻ ഇറ്റ് കോസസ് സ്പാർക്കിംഗ് അറ്റ് ബ്രഷസ് എന്നാണ് പറയുന്നത്. അത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരു AC സീരീസ് മോട്ടറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ EMF എങ്ങനെയാണ്? EMF ഈസ് 0 അറ്റ് ദ ബ്രഷസ്. എവിടെയാണ് 0 അറ്റ് ദ ബ്രഷസ് ആൻഡ് മാക്സിമം ഇൻ ദ കോയിൽ അണ്ടർ ഗോയിങ് കമ്മ്യൂട്ടേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ അതിൽ EMF എന്താണ്? 0 ആകുമ്പോൾ അല്ലേ AC സീരീസ് മോട്ടറിൽ EMF ഈസ് 0 അറ്റ് ദ ബ്രഷസ് ആൻഡ് മാക്സിമം ഇൻ ദ കോയിൽ അണ്ടർ ഗോയിങ് കമ്മ്യൂട്ടേഷൻ. കാരണം എന്താണ്? ബ്രഷസ് ആർ ഫങ്ഷണലി പ്രസന്റ് ആണെങ്കിലും അറ്റ് ന്യൂട്രൽ ഓർ ഇന്റർപോൾ ആക്സിസ്. സോ ദ 0 EMF ഈസ് ഇൻഡ്യൂസ്ഡ് അറ്റ് എവിടെയാണ് 0 EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്? ബ്രഷസിലാണ്. ഓക്കെ, അതുപോലെ AC സീരീസ് മോട്ടർ ഈസ് കമ്മ്യൂട്ടേറ്റഡ് സീരീസ് വൗണ്ട് മോട്ടറാണ്. ഓർത്ത് വയ്ക്കുക, AC സീരീസ് മോട്ടർ ഈസ് കമ്മ്യൂട്ടേറ്റഡ് എന്നാണ്? സീരീസ് വൗണ്ട് മോട്ടറാണ്. അതുകൂടാതെ എന്താണ്? സ്റ്റാറ്റർ ഫീൽഡ് കോയിൽ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അത് സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ എന്താണ്? റോട്ടർ വൈൻഡിങ് ത്രൂ എ കമ്മ്യൂട്ടേറ്റർ. അത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി വയ്ക്കുക. അപ്പോൾ ഓരോ നമ്മളെ AC മെഷീൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് നമുക്കറിയാലോ. നമ്മുടെ ട്രാൻസ്ഫോമർ ആയാലും കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ ഇൻഡക്ഷൻ മോട്ടർ, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, ഓൾട്ടർനേറ്റർ, അതുപോലെ FHP മോട്ടർ, സിങ്ക്രണസ് മോട്ടർ. അപ്പോൾ എല്ലാ കാര്യങ്ങളും കുറച്ച് വലിയ ലെങ്തി ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് അല്ലേ നമ്മുടെ AC മെഷീൻസ് എന്ന് പറയുന്നത്. അപ്പം നന്നായി നോക്കി പോവുക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്ന് ഒരു ചെറിയ 10 മാർക്കിൻ്റെ ആണെങ്കിൽ കൂടി എന്താണ്? കണ്ടൻസ് നിറയെ കൂടുതലുള്ള ഒരു മൊഡ്യൂൾ തന്നെയാണ് നമ്മുടെ AC മെഷീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നന്നായി നോക്കി പോവാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.